മക്കളോട് പറഞ്ഞു, മക്കളെ ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ കറക്റ്റ് സക്കാത്ത് കൊടുക്കണം, ഇതുപോലെ കൊടുക്കണം. അപ്പൊ അവിടുത്തെ ആളുകൾ വന്നോ, ഞങ്ങൾക്ക് ഇവിടെ ഡയാലിസിസ് സെന്റർ ഉണ്ട്, ഫ്രീ ആണ്, ഒരു ആംബുലൻസ് ഇല്ല, അപ്പൊ തന്നെ ആംബുലൻസ് തരാം. അപ്പൊ തന്നെ ആംബുലൻസ് വരുത്തി അവിടെ കൊടുത്തു. നമുക്ക് ഏറ്റവും ദുനിയാവിലെ സമാധാനം കഞ്ഞി കുടിച്ചാലും മനസ്സമാധാനാണ് ഏറ്റവും. സക്കാത്ത് കറക്റ്റ് കൊടുക്കണം. ഒരു മുസ്ലിമിന്റെ അവകാശമാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത്. അല്ലാതെ വെറുതെ കൊടുക്കല്ല, ആ അവകാശം കറക്റ്റ് കൊടുക്കണം എന്ന ബിസിനസ് വളരെ. ഖുർആൻ തുറന്നാൽ പറയുന്ന മുഴുവൻ സലാ സക്കാത്തു സലാ സക്കാത്തു. നമ്മൾ ആ കാര്യം, സക്കാത്തിന്റെ കാര്യം നമ്മൾ പെട്ടെന്ന് മറക്കും. അത് നമ്മൾ ചിന്തിക്കില്ല. പാവപ്പെട്ട അടുത്ത പെരയില്ല, എനിക്കെന്റെ പെരയില്ല, ചോറ് വലിക്കണോ, എന്റെ അടുത്ത് പൈസ ഇല്ല, ഓന്റെ അടുത്ത് സക്കാത്ത് കൊടുത്താൽ മതി, ആ പാവപ്പെട്ടവർക്ക് പെരാവും. ഞാൻ ഓല വീട്ടിലാണ് താമസിച്ചിരുന്നത്. മഴ പെയ്യുമ്പോൾ ചോറ് വലിക്കുമ്പോ എന്റെ ഉമ്മ എന്റെ ദേഹത്ത് പായ കൊണ്ടുവന്നിട്ട് അത് ഇന്നും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇന്ന് 1000 വീടിന്റെ മേലെ ഞാൻ കയറ്റിക്കൊടുത്തു. എന്തുകൊണ്ട്? എന്റെ ഉമ്മ മരിക്കുമ്പോ വാടക വീട്ടിലായിരുന്നു എന്റെ ഉമ്മ മരിച്ചത്. അപ്പോ വീടില്ലാത്ത വേദന ശരിക്കും അറിയുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും വീടുകൾ ആ പാവങ്ങൾക്ക് കയറ്റിക്കൊടുക്കുന്നത്. ജിഫാന്റെ കുട്ടിക്ക് ധർമ്മത്തെപ്പറ്റി പറഞ്ഞത് കേട്ടില്ലേ? IBF ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷന്റെയും ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെയും കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശൂർ ഹയാത്തിലെത്തിയപ്പോഴാണ് കുട്ടിക്ക ഇത്രയും വാചാലനായത്. നർമ്മം ചാലിച്ചും കണ്ണിനീറിനണിയിച്ചും കുട്ടിക്കയുടെ സ്റ്റോറി ഉണ്ടല്ലോ, അത് ഓരോ ബിസിനസ്സുകാരനും കച്ചവടക്കാരനും ഒക്കെ പാഠമാക്കേണ്ടതാണ്. ഈ സമ്പന്നത എന്നൊക്കെ പറയുന്നത് ഉള്ള സമ്പത്തിൽ നിന്ന് വല്ലതും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴുണ്ടാകുന്ന മാനസിക ഉല്ലാസത്തിനുള്ള പേരാണ് അല്ലേ?